പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ എനിക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേ വെറുതെ ഒരു കുസൃതി ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. കുസൃതിയല്ല, അത് ഒരു സയൻറ്റിഫിക് തോട്ടാണ്. എന്തുകൊണ്ടാണ് ഈ മൺസൂണില്ലേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഭയങ്കര മഴയും കാറ്റും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു പോയതാ, എന്തുകൊണ്ടാണ് ഈ മൺസൂൺ കാലത്ത് നമ്മുടെ ചെടികളില്ലേ, ചെടികൾ, മരങ്ങൾ എല്ലാം വളർച്ച അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഡോർഫായിട്ട് നിൽക്കും, ഡ്രൂപ്പായിട്ട് നിൽക്കും, അതായത് ഇങ്ങനെ മുരടിച്ച് നിൽക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നത്? മഴക്കാലത്ത് നല്ല വെള്ളം കിട്ടുമ്പോൾ ചാടി വളരേണ്ടതല്ലേ, അതിന് പകരം നേരെ കിഴിപ്പോട്ടാണല്ലോ ചെടി വളരണത് എന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ നമ്മുടെ ചാറ്റ് GTP സാധനം അടിച്ച് നോക്കി. എന്തുകൊണ്ട് മൺസൂൺ കാലത്ത് ഇങ്ങനെ ട്രീസ് ഇങ്ങനെ ഡ്രൂപ്പ് മുരടിച്ച് പോണതെന്ന്. അപ്പോൾ അവർ 2-3 കാര്യങ്ങൾ പറഞ്ഞവർ.
ഒന്നാമത്തെ കാര്യം പറഞ്ഞത്, ഈ മൺസൂൺ കാലത്ത് എപ്പോഴും മഴയായിരിക്കുമല്ലോ. മഴയായിരിക്കുമ്പോൾ ഈ മഴ മേഘങ്ങൾ എപ്പോഴും ഇങ്ങനെ ആകാശത്ത് തങ്ങി നിൽക്കും. അത് കാരണം സൂര്യൻ അധികം പ്രകാശം കിട്ടത്തില്ലാത്തത് കൊണ്ട് ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല. ഞാൻ ചിന്തിച്ചില്ല, പക്ഷേ ChatGPT സാധനമുണ്ട്. ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല, ചെടിക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടത്തില്ല. അതുകൊണ്ട് അത് മഞ്ഞ നിറമായിട്ട് പറിച്ചു പിടിക്കും. രണ്ടാമതൊരു കാര്യം അത് പറഞ്ഞത്, ഈ വെള്ളം ഹെവി ഡൗൺപോർ അല്ലേ, അപ്പോൾ വെള്ളം കെട്ടി നിൽക്കും ചുവട്ടിലൊക്കെ, മരത്തിൻ്റെയൊക്കെ പറമ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അങ്ങനെ വെള്ളം കെട്ടുന്നത് എന്താ കുഴപ്പം, വേരിന് ഓക്സിജൻ കിട്ടത്തില്ല. അപ്പം നമ്മൾ പറയുന്ന കാര്യമില്ല, ഭയങ്കര സീരിയസ് വിഷയമാണ്. വേരിന് ഓക്സിജൻ കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവിടുന്ന് വെള്ളവും വലിക്കണ പരിപാടിയൊന്നും നടക്കത്തില്ല. വളവും വെള്ളവും ഒന്നും വലിക്കത്തില്ല, ഓക്സിജൻ കിട്ടത്തില്ലേ. അപ്പോൾ അവിടെയും ബ്ലോക്കാവും. പിന്നെ ഈ വെറ്റ് ഡിസീസ് എന്ന് പറഞ്ഞ കുറേ സാധനമുണ്ട്. ഈർപ്പം ഉണ്ടെങ്കിൽ കുറേ ഫംഗസൊക്കെ വരും. അങ്ങനെയാണ് വേരിന് അഴുക്കലൊക്കെ വരണത്. അപ്പോൾ ചിലപ്പോൾ വേര് ചീലെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ അതിൻ്റെ വേപ്പിൻ്റെ എണ്ണ വേരെ തേക്കണമെന്നൊക്കെ പറഞ്ഞതൊക്കെ. അപ്പം ചെടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ കൂടുതലായിരിക്കും ചിലപ്പോൾ വേപ്പിൻ്റെ എണ്ണ വാങ്ങിച്ച് വേരിനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളത്. ഇങ്ങനെ പാടാണ് എല്ലാം. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം വെച്ചാൽ ഇപ്പം ഇത്രയും വിഷയങ്ങളാണ് അപ്പം ചെടിയുടെ നല്ല കാലമല്ല ശരിക്കും പറഞ്ഞാൽ. എൻ്റെ കാറ്റും മഴയും വന്ന് ചെടിയുടെ ബ്രാഞ്ചൊക്കെ ഒടിഞ്ഞു പോകും അല്ലേ, കാറ്റും മഴയൊക്കെ വരുമ്പോൾ. ചെടിയെ ചിലക്ക് വേരോടെ ചാഞ്ഞ് നിൽക്കും, ചിലപ്പോൾ വീണ് പോവുകയും ചെയ്യും. അപ്പോൾ മനുഷ്യരെക്കാൾ ഗതികെട്ടൊരു കാലമാണ് ഈ മൺസൂൺ വൃക്ഷങ്ങൾക്കെന്ന് പറയണത്. അതുകൊണ്ടാണ് ദൈവം എല്ലാ കാലത്തും വൃക്ഷങ്ങൾ ഉണ്ടാക്കാതെ, എല്ലാ കാലത്തും മൺസൂൺ ഇല്ലല്ലോ. അപ്പോൾ എന്ത് പരിപാലനമാണ് ചെടികളോട് കാണിക്കണത്? എല്ലാ കാലത്തും മൺസൂൺ ഉണ്ടാകത്തെങ്കിൽ മരങ്ങളുണ്ടാകത്തില്ല, നമ്മൾ മരുഭൂമിയായി പോയേനാണ്. അപ്പം അതുപോലെ തന്നെയാണ് വേദനകളും എല്ലാ കാലത്തും ഒന്നും ഉണ്ടാകത്തില്ല, അതെപ്പോഴും ഓർത്തേക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ദൈവം സമയം ചുരുക്കിയെന്ന് പറഞ്ഞിട്ടില്ലേ. അതാണ് ആ വേദന ചുരുക്കാൻ കാര്യം, നിലനിൽക്കാൻ പറ്റത്തില്ല. മത്തായി 24:22 ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ, മൺസൂൺ കാലമേ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ല. മരങ്ങളൊന്നും നിലക്കത്തില്ല, മനുഷ്യൻ നിലക്കത്തില്ല, എല്ലാം മരുഭൂമിയായി പോകും. എന്നാൽ ദൈവം അത് പരിമിതപ്പെടുത്തിയെന്നാണ് ബൈബിൾ പറയണത്. അപ്പം ഇതുപോലെ നമ്മുടെ ദുഃഖങ്ങളും അങ്ങനെയാണ്. എല്ലാ കൊല്ലവും ഇങ്ങനെ, എല്ലാ കാലവും ഇതുപോലെ ദുഃഖ ദുരിതമാണെന്ന് വിചാരിക്കരുത്. ഒരു ടൈം വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ പ്രത്യാശയോടെ ഒരു മഴയില്ലാത്ത കാലത്തെക്കുറിച്ച് നമ്മൾ പ്രത്യാശ കൊണ്ട് പ്രാർത്ഥിച്ച് മുന്നേറണമെന്ന് കൂടി ഇതിലർത്ഥമുണ്ട്. പിന്നെ കൂടാതെ ഇതിനകത്ത് വരുന്ന വിഷയമേ ഈ സോയിലിൻ്റെയൊക്കെ വളമില്ലേ, വളമൊക്കെ വെള്ളത്തിൽ കലങ്ങി ഒലിച്ചു പോകും. അതിങ്ങനെ ഒരു വളം ഉണ്ടെങ്കിൽ തന്നെ, വളം ചുവട്ടിലുണ്ടെങ്കിൽ തന്നെ മൺസൂൺ വരുമ്പോൾ അത് ഒലിച്ചു പോകും. ഒലിച്ച് വല്ല പറമ്പിലും പോകും, ചിലപ്പോൾ വല്ല തോട്ടിലും പോയി ഒഴുകിപ്പോകും, വേസ്റ്റായി പോകും, ആർക്കും യൂസ് ആകത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഉണങ്ങത്തില്ലെങ്കിൽ മെലിഞ്ഞ് ഫലപ്രദവിക്കാത്ത രീതിയിൽ മെലിച്ചിൽ വരും. ഈ ഒരു കാലം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാകും മൺസൂണിൻ്റെ ഒരു കാലം. അതുകൊണ്ട് കർത്താവ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അപ്പോൾ ഈ മൺസൂൺ കാലം നമ്മുടെ മനുഷ്യർക്കും വരും ഇതുപോലെ. അതുകൊണ്ടാണ് ദൈവം ഈ മൺസൂൺ കാലം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയും ക്രിസ്തുവായിട്ട് തന്നെ കാണണമെന്നും അവർക്ക് ആ സമയത്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ആണ് ബൈബിളിൻ്റെ നടപടിക്രമം. ബൈബിൾ നടപടിക്രമം അതാണ്, ആ സമയത്ത് സപ്പോർട്ട് ചെയ്യണമെന്ന്. സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജന്മദൗത്യം തന്നെ, ഒരു ജന്മദൗത്യമായിട്ടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. രോഗിയെയും കരഘവാസിനെയും നഗ്നനെയും വിശക്കുന്നവനെയും ഒക്കെ അവൻ്റെ മൺസൂൺ മഴ തോരാത്ത കാലങ്ങളിലെ, കണ്ണീര് തോരാത്ത കാലങ്ങളിലെ
അവന് കൈത്താങ്ങായി നിൽക്കുന്നത് നിസ്സാരമല്ല ശരിക്കും. മത്തായി 25:35 എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ഇതെല്ലാം അപ്പം നിങ്ങൾ ഓർക്കും അവസാനം ഈശോയെ കുറിച്ച് പറയണത് എന്താണ്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ. അവിടെയാണ് എനിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക്. മത്തായി 25:34 അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്തു, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. അപ്പൊ ഇതിന്റെ വിഷയം നമ്മൾക്ക് ഈ വ്യാഖ്യാനങ്ങൾ വരുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതിനെ പെട്ടെന്ന് എടുത്ത് നിത്യതയുമായിട്ടാണ് കണക്ട് ചെയ്യണത്. എന്താണ്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, ലോക ആരംഭം മുതൽ നിങ്ങൾക്ക് ഒരിക്കലും രാജ്യം കൈവശമാക്കാൻ. അപ്പം നിത്യതയുടെ അന്ത്യവിധിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ഭാഗങ്ങൾ എപ്പോഴും വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ നിങ്ങളത് ചിന്തിച്ച് നോക്കിയേ, ഈശോ എന്താ പറയണത്? ചത്ത് കഴിയുമ്പോൾ അനുഗ്രഹിക്കുമെന്നാണ് പറയണത്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അനുഗ്രഹീതരായി. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ ഇത് വെച്ചിരിക്കണത്. ഇപ്പം നിങ്ങളെ മക്കളുടെ കല്യാണം നടക്കണില്ല, ജപ്തി നടപടിയാണ്, പറമ്പിന് വിസ പുതുക്കി കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടിപ്രകാരം എന്താ പറഞ്ഞത്? നിങ്ങൾ രോഗികളെ പോയി കാണണം, അവരെ കുളിപ്പിക്കണം, അവർക്ക് പൈസ കൊടുക്കണം, നിങ്ങളുടെ വരുമാനം ഭക്ഷണമായിട്ടും സമ്പത്തായിട്ടൊരു പങ്കുവെക്കണം എന്ന് പറയുമ്പോൾ എന്താ സംഭവം? അതിനകത്തൊരു ഓഫർ കിടക്കുന്നുണ്ട്. എന്താണ്? അങ്ങനെ ചെയ്യുമ്പോൾ എക്സ്ട്രാ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. അത് ചത്ത് കഴിയുമ്പോൾ വിധിയാളനായിട്ട് കിട്ടണം മാത്രമല്ല, അത് ആ ഒരൊറ്റ നടപടിക്രമം കൊണ്ട് നമ്മൾ അത് അപ്പം തന്നെ ബ്ലെസ്ഡ് ആകുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും ഈ വിഷയത്തെ കാരുണ്യപ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ, കാരുണ്യപ്രവൃത്തിയുടെ ഒരു ഈ മൺസൂൺ കാലത്ത് മനുഷ്യനായി നിൽക്കാൻ കഴിഞ്ഞാലേ നമ്മൾക്കും നമ്മളുടെ മൺസൂൺ കാലങ്ങളെ അതിജീവിക്കാൻ കഴിയും. പലപ്പോഴും സംഭവിക്കുന്നത്, ഈ നിത്യത ഒരാളിന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ദൈവം ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഓരോ ഘട്ടങ്ങൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കാൻ തുടങ്ങും. ഇപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് കർത്താവ് നമ്മുടെ നിത്യത ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മളിൽ നിന്ന് ഈ ആദ്യം അഡ്വാൻസായിട്ട് നമ്മൾ ചെയ്യണത്, പിന്നെ അതിൻ്റെ പൂർണ്ണമായ വിലയുടെ ഘട്ടം ഘട്ടമായി നമ്മളിലേക്ക് നിന്ന് സ്വീകരിക്കും. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഒത്തിരി പേർക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് അന്തർജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ക്ലേശങ്ങളെക്കുറിച്ച് നമുക്ക് സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. കാര്യം ദൈവം സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞത് എല്ലാ നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മോശമൊന്നും ഇല്ലെന്നർത്ഥം. ഇപ്പം എല്ലാം നല്ലതാണെന്ന് ഇപ്പം ഒന്ന് ഉൽപ്പത്തി എടുത്തേ, 1:31 എടുത്തേ. സ്തുതിയുടെ ഹല്ലേലൂയ. 1:31 താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. അപ്പോൾ ഇതൊരു ആദ്യമേ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പ്രഖ്യാപിക്കും, ഇനി നിങ്ങൾ മോശമൊന്നും പറയരുതെന്ന് പറയും. ഇപ്പം നമ്മൾ ക്രിസ്തുവിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലോകത്ത് നല്ലതുകൊണ്ട് മോശമുണ്ട്. മോശം എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിനാൽ ദൈവം അത്യധികം ഉയർത്തി, അങ്ങനെ വാക്കില്ലേ? അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. അപ്പം ദൈവം അവനെ അത്യധികം ഉയർത്തി എന്ന് പറഞ്ഞാൽ പോരെ, പിന്നെ അതിനാലും എന്തിനാ പറയണത്? അപ്പം അതിനാലും അതിൻ്റെ കാരണം ഉണ്ടെന്ന് അർത്ഥം. കാരണം ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. അല്ലെ, നമ്മൾ ഫിലിപ്പിയർ 2:6 വായിക്കുമ്പോൾ വായിച്ചത്, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു.
കാണപ്പെട്ടു. മരണം വരെ അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ആകയാൽ എന്നുള്ള വാക്കിനാണ് പ്രാധാന്യം അവിടെ. ഈ ആഴ്ചയിൽ ഈശോ സംസാരിച്ചൊരു വാക്കാണ് ഈ ആകയാൽ. ഡെയിലി ബെഡിൽ ചിലപ്പോൾ ഞങ്ങൾ കേൾക്കും അത്. ആകയാൽ അതിനകത്ത് എന്തുമാത്രം വചനങ്ങളുണ്ട്. അതിൻ്റെ ആ ലിങ്കിനാണ് പ്രാധാന്യം. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. അപ്പോൾ ദൈവം ഉയർത്താൻ വേണ്ടി ആകയാൽ എന്താണെന്നാണ്. എന്തുകൊണ്ടാണ് ഉയർത്തിയത്? ഒരു കാരണമുണ്ട്. തന്നെ തന്നെ താഴ്ത്തി. അതാണ്, അവൻ തന്നെ തന്നെ താഴ്ത്തി. ഇപ്പം നമ്മൾക്ക് വരുന്ന ഈ പ്രൊമോഷൻ ആൻഡ് ഡീപ്രൊമോഷൻ, ഈ ഡീപ്രൊമോഷൻ എന്നും പറഞ്ഞൊരു സ്റ്റാറ്റസ് ശരിക്കും പറഞ്ഞാൽ ഇല്ല, ബൈബിളിലില്ല. പ്രോസസ് ഓഫ് പ്രൊമോഷനാണ് ഉള്ളത്. ഡീപ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ താത്തിക്കെട്ടുക എന്നും പറഞ്ഞ് ഒരു സംഭവം ബൈബിളിലില്ല. ഉയർത്തിക്കെട്ടാൻ വേണ്ടിയുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് അത് താഴ്ത്തിക്കെട്ടുക എന്നുള്ളത്. ചിലപ്പോൾ മനസ്സിലായില്ലേ? ഉയർത്തിക്കെട്ടാനുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് താഴ്ത്തിക്കെട്ടുക എന്നുള്ളത്. അതാണ് ആകയാൽ പറയണത്. അത് നിസ്സാരവാക്കല്ല. നമ്മുടെ എല്ലാ താഴ്ചകൾക്കും ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട്. അതാണ് നല്ലതാണെന്ന് ഞാൻ പറയാൻ കാര്യം. ഇപ്പം നിങ്ങൾക്ക് പ്രൊമോഷൻ പോയി, വിസ കിട്ടിയില്ല, വന്ന് നിശ്ചയിച്ചൊരു കല്യാണം പോയി എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം ആൾക്കാരാണ് ചങ്ക് പൊട്ടി ഇവിടെ വരണത്. ഇപ്പം ഞാൻ അവരെ 2 തട്ടൊക്കെ തട്ടി കാര്യം പറഞ്ഞു വിടും. എന്താ കാര്യം? ഇതൊരു താത്തിക്കെട്ടലല്ല. ശരിക്കും നിന്നെ ഉയർത്താനുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ശരിക്കും ചില തടസ്സങ്ങൾ വരണത്, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി മോഹിച്ചും കൊതിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നടക്കത്തില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ താത്തിക്കെട്ടാണ്. ശരിക്കും നമ്മൾ ഓർക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേട്ടത്തി ഒരു സാക്ഷ്യം പറഞ്ഞു. എന്നാ ചേട്ടത്തിൻ്റെ പേര്? രാജി വർഗീസ്. അവർക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹെവി ബ്ലീഡിങ്, പിന്നെ കരിമ്പാറ പോലുള്ള അരിമ്പാറകൾ അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി. താത്തിക്കെട്ടലല്ലേ ശരിക്കും, അല്ലേ? അപ്പോൾ സങ്കടമായി കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തോട് ചോദിച്ചാൽ എന്താണെന്നറിയാമോ? ഉടമ്പടി എടുത്തിട്ട് എന്താണ് കർത്താവ് ഇങ്ങനെ സംഭവിച്ചത്? അവരുടെ സാക്ഷ്യം പറയുന്നുണ്ട്. അവരുടെ ചോദ്യം അങ്കലാപ്പിതാണ്. ഞാൻ മാതാവിനോട് ചോദിച്ചു, ഉടമ്പടി എടുത്തിട്ടും എന്താണ് മാതാവ് എനിക്കെന്താണ് ഇങ്ങനെ വന്നതെന്ന്. അത് അവർ മാത്രം ചോദിക്കണമല്ല, ഒത്തിരി പേര് അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. എന്താണ് ഉടമ്പടി എടുത്തിട്ടും എനിക്കെന്താണ് മാതാവേ ഇങ്ങനെ വന്നത്? കാര്യം എന്താണ്? ഹെവി ബ്ലീഡിംഗ് ആണ്. ലേഡീസിന് കാര്യങ്ങളറിയാം. എത്രയോ ആഴ്ചകൾ നിൽക്കുന്ന ബ്ലീഡിംഗ് ആണ്, സഹിക്കാൻ പറ്റണില്ല. അത് അവർക്ക് മടുത്ത ജീവിതം. എന്നാൽ അവർ സഹിക്കിട്ട് ദൈവത്തോട് ചോദിക്കുന്നതാണ്, ഉടമ്പടി എടുത്തിട്ടും എനിക്കെന്താണ് കർത്താവേ മാതാവേ ഇങ്ങനെയെന്ന് പറയും. അപ്പോൾ അവൾ മടുത്ത്. പിന്നെ അരിമ്പാറ എന്നൊക്കെ പറഞ്ഞത് അത് പോകുന്നില്ല. അതിങ്ങനെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് എല്ലുന്തിയ പോലെയൊക്കെ നിൽക്കണം, കണ്ണിലൊക്കെ. എന്തൊരു കഷ്ടമാണ്. പക്ഷേ ഇവരുടെ ഒരു ഫെർവൻസ് എന്ന് പറയണത് ഇങ്ങനെ താത്തിക്കെട്ടണ പോലെ അവർക്ക് തോന്നും. ഉടമ്പടി എടുത്തിട്ടും അവർക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണല്ലോ. പക്ഷെ ഇവർക്കുള്ളൊരു ഗുണം, ഇവർ ഇത്രയും വരുന്ന ഇങ്ങനെയൊക്കെ ദൈവത്തോട് പറയുന്നുണ്ടെങ്കിലും അവിടെ ഉടമ്പടി പ്രയോഗങ്ങളിൽ ഭയങ്കര സ്പിരിറ്റഡാണ് അവർ. അതാണ് അതിൻ്റെ രസം. ഇത് അവർ പത്രം കൊടുക്കുന്നതിലും അതുപോലെ തന്നെ ആതുര സേവനങ്ങൾ ചെയ്യുന്നതിലുമൊക്കെ ജനങ്ങളെ ഉടമ്പടിയെക്കുറിച്ച് പറയണതും അവരെ ഉടമ്പടി എടുപ്പിക്കാൻ വേണ്ടി അവരുടെ കൂടെ കൃപാസനത്തിൽ എത്തണതും, ഇവർ ആ കാര്യങ്ങൾക്ക് ഇങ്ങനെ ദൈവത്തോട് അങ്കലാപ്പൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രവർത്തനത്തിൽ അവർ കുറച്ചുകൂടി മുമ്പത്തെക്കാളും മെച്ചമായി. അത് വസ്തുതൊരു നല്ല നടപടിക്രമമാണെന്ന് തോന്നുന്നത്. കാര്യം നമുക്ക് ഫലത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഇതുപോലെയുള്ള ടെസ്റ്റിംഗ് കേസൊക്കെ വരുമ്പോൾ ചില ആൾക്കാർ അതിട്ട് കളയും. ഉടമ്പടി എടുത്തതിനേക്കാൾ ഇപ്പോൾ എടുക്കണതിന് മുമ്പ് ഇതിനേക്കാൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നത്, ഇപ്പോൾ എടുത്തപ്പോൾ പിന്നെയും സമാധാനം പോയില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ അതിൻ്റെ അടുത്ത് മങ്ങി അത് പിന്നെ അത് സ്റ്റോപ്പാക്കി വരും. ഈ ചേട്ടത്തി അങ്ങനെയല്ല. ഈ ചേട്ടത്തി ഇങ്ങനെ മാതാവിനോട് പറയണത് ആ ബന്ധത്തിൻ്റെ പേരിൽ പറയണതാണ്. അങ്ങനെ പറയാനുള്ള ഒരു സ്വകാര്യമായ ബന്ധം ദൈവമായിട്ട് അവർക്കുണ്ട്.
അതിൻ്റെ പേരിലുള്ള അവർ പറയണതാണ്, അല്ലാതെ നമ്മളെ നിരാശ കൊണ്ട് പറയണതല്ല. എന്നിട്ട് ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, അവിടെ സാക്ഷ്യം ഈ രജീസ് വർഗീസിൻ്റെ സാക്ഷ്യം, രാജീസ് വർഗീസിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആണ് നമ്മളുടെ ഒടുവിൽ നമുക്ക് ദൈവത്തിൻ്റെ നാമം നമ്മൾ വഹിക്കുന്ന ഒരു പദവിയിലേക്ക് ദൈവം നമ്മളെ ബ്രാൻഡ് ചെയ്യും. ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത്ഫുള്ളായിട്ട് വരും. ബ്രാൻഡഡ് ഫെയ്ത്ത്ഫുൾ. ഇവരിങ്ങനെ ഗവൺമെൻറ്റിൻ്റെ വണ്ടിയുണ്ടല്ലോ, ആ വണ്ടിയിൽ ഇവർ നാട്ടിൽ നിന്ന് തൃശ്ശൂർ വരെ പോകും. തൃശ്ശൂരിൽ നിന്ന് പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി പത്രം കൊണ്ട് പോകണതാണ്. ഒരിക്കലും ഒരു കെട്ട് പത്രം കൊടുത്ത് പെൻസിൽ കൊടുത്തിരുന്ന ആൾ, അപ്പോൾ ഇവർ കൊടുക്കുന്ന പത്രം ആൾക്കാർ വലിച്ചെറിഞ്ഞ് ദൂരക്കളയും. കാര്യം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല പത്രം കാണുമ്പോൾ, ചിലർക്ക് കലി കയറും. അവർ ബസ്സിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയും പത്രം. അപ്പോൾ ഉടനെ ഇവർ കണ്ടക്ടർ കൊണ്ട് മണി അടിപ്പിച്ചിട്ട് ബസ് നിർത്തിച്ചിട്ട് പോയി ആ പത്രം എടുത്തുകൊണ്ട് വരും. അപ്പോൾ അതായത് ഇവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവിടെ പറച്ച് കേൾക്കുമ്പോൾ അവർക്ക് വിശ്വാസം ഇല്ലെന്ന്. പക്ഷേ അത് ദൈവത്തോടുള്ള അടുപ്പവും സ്നേഹവും കൊണ്ട് അവരങ്ങനെ പറയണതാണ്. പക്ഷേ ദൈവത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾക്ക് അവർ ഒരു മാറ്റവും വരുത്തണില്ല. അങ്ങനെ വന്ന് തൃശ്ശൂർ വരെ ഓരോ വണ്ടിയിൽ ഇങ്ങനെ മാറി കയറുമ്പോൾ ഇപ്പോൾ 10 കെട്ട് പത്രമാണ് ഇവർ കൊടുക്കണത് ആൾക്കാർക്ക്, പറഞ്ഞ് കൊടുക്കണത്. എന്നിട്ട് ഇവർ പറയണതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ദിവസം ഇവർ ഇവിടെ ഇപ്പോൾ ദൈവത്തിരുസന്നിധിയിൽ ഇവർ ബ്രാൻഡഡായി. അതൊരു സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ദൈവമാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യുകയും, അത് കർത്താവിനെ പോലും ടെസ്റ്റ് ചെയ്തില്ലേ. ഈ മനുഷ്യരൂപത്തിലായി കഴിഞ്ഞാലുള്ള പ്രശ്നം, അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ദൈവം തന്നെയാണോ ദൈവം തന്നെയാണോ ഇതിൻ്റെ ലക്ഷ്യം, അതോ നമുക്ക് വേറെ വല്ല ലക്ഷ്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജെനുവിറ്റി പരിശോധിക്കും. ഇപ്പോൾ ജെനുവിറ്റി അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം നമുക്ക് എല്ലാ മനുഷ്യന്മാരുടെ കൂടെ അടുക്കണ പോലെ ദൈവത്തിൻ്റെ അടുത്ത് അടുക്കാൻ പറ്റത്തില്ല. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ സത്യമായിരിക്കണം കാര്യങ്ങൾ. സത്യമല്ലെങ്കിൽ ടെസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമ്മൾ ഇട്ടച്ചും പോണത് വരെ. കാര്യം ഈ കള്ളനാണയങ്ങളൊന്നും ദൈവം സൂക്ഷിക്കത്തില്ല, കുറച്ച് കഴിയുമ്പോൾ കളയും. കാര്യം വൈദ്യപരപ്പിന് വേണ്ടി മാത്രം ദൈവത്തെ വിനിയോഗിച്ച് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം ഇങ്ങനെ കാര്യം കെട്ടി നടക്കുന്ന കുറേ സംഭവത്തിനെ കുറച്ച് കഴിയുമ്പോൾ ദൈവം കളയും. കാര്യം ദൈവത്തെ സംബന്ധിച്ചോളം അതായത് ജെനുവിനായിരിക്കണം ആൾ. എന്നുവെച്ചാൽ ദൈവത്തിനും നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല പ്രാധാന്യം. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീട്, നിങ്ങളുടെ പ്രൊമോഷൻ, നിങ്ങളുടെ ഭർത്താവിൻ്റെ വെള്ളമടി മാറുക, നിങ്ങളുടെ വീട് വെക്കുക, അപ്പോൾ നിങ്ങളുടെ ഓരോ കാര്യമല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ദൈവത്തിനൊരു കാര്യമൊന്നും ഇല്ലല്ലോ. അതാണ് വിഷയം. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ദൈവം നിങ്ങൾ കളയും. അങ്ങനെ ഒരാളെ കീപ്പ് ചെയ്യത്തില്ല. അതെപ്പോഴും നമ്മൾ ഇതിൻ്റെ അപകടമാണ്. ദൈവം സത്യസന്ധമായ ദൈവമായിട്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് സംസാരിക്കണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ റിസ്ക് എന്ന് പറയണം, ഉടമ്പടിയുടെ റിസ്ക് എന്ന് വെച്ചാൽ ഉടമ്പടിയേക്കാൾ നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ഇല്ല. പക്ഷേ ഉടമ്പടിയുടെ റിസ്ക് എന്ന് പറയണത് നമ്മൾ ജെനുവിനാണെന്നുള്ള കാര്യം ദൈവത്തെ ബോധ്യപ്പെടുത്തിയെടുക്കുന്നതാണ്. അതെൻ്റെ മക്കൾ ആദ്യമേ ചെയ്ത കുറച്ച് നേരത്തെ എല്ലാം നേരെയാവും. ആദ്യമേ തന്നെ ഇത് കാര്യം കാണാൻ വേണ്ടിയല്ല, ദൈവത്തിനെ കൂടി സ്നേഹിച്ചിട്ട് ദൈവത്തിനെ കൂടി ലോകത്തിന് കർത്താവിൻ്റെ രക്ഷാകരമായ പദ്ധതിയെക്കുറിച്ച് ലോകത്തിന് കൈമാറാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടിയാണെന്ന് കൂടി ദൈവത്തിന് മനസ്സിലാക്കി നമ്മൾ കൊടുക്കണം. ഈ ചേരത്തിൻ്റെ പരിപാടി അതാണ്. അവിടെ കാര്യങ്ങളൊന്നും നടക്കണില്ല, പക്ഷേ ദൈവത്തിന് അവർ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ അവർക്ക് നല്ല ബ്ലീഡിങ്ങാണ്. ഈ ഹെവി ബ്ലീഡിംഗ് ഉള്ള ആൾ വണ്ടിയെ കയറി പത്രം കൊണ്ടു കിടക്കുന്ന ഭയങ്കര ടെസ്റ്റ്. ആ ടെസ്റ്റിൽ അവർ ജയിച്ചതിൻ്റെ അകത്ത് ജയിച്ചപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഇത് സഹിക്കാൻ പറ്റാത്തപ്പോൾ ഇവിടെ വന്ന് അൾത്താരെ വന്ന ശേഷം പറഞ്ഞു ഇങ്ങനെയാണ് സഹിക്കാൻ പറ്റാത്ത ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സൈത്താണ്, കർത്താവിൻ്റെ തൈലമാണ്, ഇത് ബാത്റൂമിൽ പോയി വേറെ ഒരു കുരിശിട്ടേക്കാൻ പറഞ്ഞു. അവരുടെ സാക്ഷ്യം എന്ന് അറിയാമോ, ആ സെക്കൻഡ് സ്വിച്ചിട്ട വഴി സംഭവം നിൽക്കും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകണത് ഇത്രയേ ഉള്ളെന്നല്ല. അവിടെ അച്ഛൻ്റെ റോളല്ല. അവിടെ ഇവർ ദൈവത്തിന് വേണ്ടി ഇത്രയും നാൾ ഇങ്ങനെ ഈ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും അവർക്ക് ശരിക്കും കുരിശും സങ്കടമൊക്കെ വന്നിട്ടും ഇവരിങ്ങനെ ഉടുമ്പിനെ പോലെ അള്ളിപ്പിടിച്ച് കുരിശെ പിടിച്ച് കിടക്കുകയാണ്, പോണില്ല. അപ്പോൾ ദൈവത്തിന് അവരുടെ ജെനുവിനിറ്റി മനസ്സിലായി. എൻ്റെ മക്കൾ, ഇത് തന്നെയാണ് ഉടമ്പടിയുടെ ഒരു ഉൾക്കാമ്പെന്ന് പറയണത്. അത് ഉടമ്പടി അല്ല, ദൈവമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ആദ്യമേ ഉള്ള ഒരു റിസ്ക് ആദ്യം കവർ ചെയ്താൽ പ്രശ്നം തീർന്നു. എന്താണ്? നമ്മൾ ജെനുവിനാണെന്നുള്ളത് ദൈവത്തെ ഒന്ന് ബോധ്യപ്പെടുത്തുക. അത് ഒരു ദിവസം കൊണ്ട് ബോധ്യപ്പെടുത്താം, ഒരു കൊല്ലം കൊണ്ടും ബോധ്യപ്പെടുത്താം. ചില ആൾക്കാരൊക്കെ ഒരു കൊല്ലം കൊണ്ടേ ബോധ്യപ്പെടുത്തത്തുള്ളൂ, ചിലർ ഒറ്റ ദിവസം കൊണ്ട് ബോധ്യപ്പെടുത്തും. അപ്പം നമ്മൾ ജെനുവിനാണെന്ന് ഒറ്റ ദിവസം കൊണ്ട് ബോധ്യപ്പെടുത്തിയാൽ പിന്നെ
ഇത് റിസ്ക് തീർന്ന് ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞാനും നീയും തമ്മിലുള്ള റിലേഷൻസ് കലർപ്പും കാപട്യവുമില്ലാത്ത വളരെ ആത്മാർത്ഥമായ ഒരു ബന്ധമായി തീരുവാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ എന്താ അച്ഛനിലൂടെ ഇപ്പൊ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ജെനുവിനിറ്റി തെളിയിക്കണം. ജെനുവിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ വിഷയത്തിൽ ആത്മാർത്ഥമാണ്, സത്യസന്ധമാണ്, വിശ്വസ്തമാണെന്ന് ചിലർ ഒരു കൊല്ലം കൊണ്ട് തെളിയിക്കും, ചിലർ ഒരു ദിവസം കൊണ്ട് തെളിയിക്കും. എത്രയും നേരത്തെ തെളിയിച്ചാൽ അത്രയും നമുക്ക് പിടിപാടാണ്. ഇപ്പോൾ ഇവർ തന്നെ തൊടുമ്പോൾ ആ കല്ല് പോലെ ഉന്തി എല്ല് പോലെ നിന്നിരിക്കുന്ന സാധനം തൊടുമ്പോൾ തെറിച്ച് പോവുകയാണ്. ഇപ്പം ഇല്ല, ആ അരിമ്പാറയെല്ലാം പോയി, അവരുടെ എവരിത്തിങ് പോയി. അപ്പോൾ ദൈവത്തിന് ഇതൊക്കെ മാറ്റാൻ സെക്കൻഡുകൾ മതി. നമുക്കിങ്ങനെ ഒരിക്കലും മാറത്തില്ല എന്ന് വിചാരിച്ചു ഇവർ നിലവിളിച്ച കണ്ടില്ലേ? ഇവിടെ നിലവിളി ഇവിടെ കിടക്കണേ. ദൈവം ഇപ്പോൾ ഒന്ന് മനസ്സ് വെച്ചപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാം മാറി. ഇതുപോലെ എൻ്റെ മക്കൾ, നിങ്ങളുടെ കാര്യം ഇതുപോലെ തന്നെയാണ്. ദൈവം ഒന്ന് മനസ്സ് വെച്ചാൽ മതി, സെക്കൻഡുകൾക്കുള്ളിൽ വിഷയമെല്ലാം മാറും. പക്ഷേ ദൈവം മനസ്സ് വെക്കാത്ത കാര്യം നിങ്ങൾ മനസ്സ് വെക്കാത്ത കൊണ്ടാണ്. എന്താണ്? നിങ്ങൾ ഇതൊരു ഷോർട്ട് ടൈം ബിസിനസ്സായിട്ട് എടുത്തിരിക്കുകയാണ്. അതൊരു അപകടമാണ്. ഉടമ്പടിയുടെ ഷോർട്ട് ടൈം അഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേട്ടൻ ഒരു കാര്യം പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ആ പടം 90 ദിവസം എടുത്താൽ മതിയല്ല, 90 ദിവസം എടുത്താൽ മതിയല്ല. ഷോർട്ട് ടൈമാണ്. ദൈവമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ദൈവമായിട്ട് ഒരിക്കലും ഷോർട്ട് ടൈം അഫെയർ സാധ്യമല്ല. ഏത് പൊട്ടനെയാണ് മനസ്സിലാകാത്തത്? ഏത് പൊട്ടനെയാണ് മനസ്സിലാക്കുക? ദൈവവുമായിട്ട് നമ്മൾക്ക് ഒരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിട്ടി കമ്പനിയുമായിട്ട്, ആ ചിട്ടി ഒട്ടകത്തണ വരെയുള്ള സമയമാണ് അവർ നമ്മളായിട്ട് ബന്ധമുള്ളത്, അല്ലേ? അത്രയേ ഉള്ളൂ. പക്ഷേ ദൈവമായിട്ട് അങ്ങനെ ഒരു ഷോർട്ട് ടൈം പരിപാടി നടക്കത്തില്ല. ഇതാദ്യമേ കയറി മനസ്സിലാക്കണം. അതിനാണ് ഞാൻ എപ്പോഴും പണ്ടൊക്കെ പറയുമായിരുന്നു നിങ്ങളോട്, ഒരു മിനിമം ഹോളി സ്പിരിറ്റാണ്. ഈ അതായത് നിങ്ങളുടെ ഉടമ്പടി ചെയ്തിരിക്കുന്ന ഓരോരോ ചെയ്വനകളുണ്ടല്ലോ, പ്രയോഗവിധികൾ. ഈ പ്രയോഗവിധികളെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളുടെ രഹസ്യമായി ദൈവത്തോട് പറയണം, കർത്താവേ, ഇതൊക്കെ ഞാൻ ചെയ്യണത് എൻ്റെ മകളുടെ വിസ പുതുക്കാനാണെന്ന് നീ ധരിക്കരുത്, മറിച്ച് എനിക്ക് പരിശുദ്ധാത്മാവിനെ നീ നൽകണം. ഇത് നീ രഹസ്യമായി ദൈവത്തോട് പറയേണ്ട ഒരു പ്രാർത്ഥനയാണ്. മനസ്സിലായേ? നീ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറയാം, കർത്താവേ, ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവന്ന് പത്രം കൊടുക്കുന്നുണ്ട്, ഇത് ഞങ്ങളുടെ വസ്തു വിൽക്കാനാണെന്ന് മാത്രം നീ ധരിക്കരുത്, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. അങ്ങനെ നീ രഹസ്യമായി ഒരു രണ്ടാം പ്രാർത്ഥനയുണ്ട്. ഇതിന് എല്ലാത്തിനും ഒരു രണ്ടാം പ്രാർത്ഥനയുണ്ട്. ആദ്യ പ്രാർത്ഥന നമ്മുടെ ഉടമ്പടി നിയോഗമാണ്. അതിൻ്റെ അകത്ത് രണ്ടാം പ്രാർത്ഥനയായിട്ട് വരേണ്ടത് രഹസ്യ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന് വെച്ചാൽ എപ്പോൾ എൻ്റെ മക്കളിൻ്റെ വരുന്ന വിഷയമേ, നമ്മൾ ഒരു കടയിൽ ചെല്ലുമ്പോൾ ചില ആൾക്കാർ ഈ മാർജിൻ ഫീ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ആവശ്യമായ കമ്പനി ബ്രാൻഡുകൾ ഉണ്ടോ എന്നിങ്ങനെ പരതി നോക്കും. എല്ലായിടത്തും പോയി എല്ലാ ഷെൽഫിലും ഒക്കെ പോയി നോക്കും, അല്ലേ? നമ്മൾ വിചാരിക്കണം നമ്മൾ ആവശ്യപ്പെടുന്ന സാധനം അവിടെ ഉണ്ടോ എന്ന്. അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ പിന്നെ എന്താ, നമ്മൾ അവരോട് ചോദിക്കുകയാണ് ഈ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ എന്തെന്ന് പറയും? ഇല്ലെന്ന് പറയത്തില്ല, അവരത് പറയത്തില്ല. നിങ്ങൾ ചോദിക്കേണ്ട ഇന്ന സാധനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും ആ കമ്പനിയുടെ ഇല്ല, വേറെ കമ്പനിയുടെ ഉണ്ടെന്ന്. ഉള്ളത് സാധനമേ പറയത്തുള്ളൂ അവർ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഡൈവേർട്ട് ചെയ്തിട്ട് അവർക്ക് അവിടെ ഉള്ളതിനെക്കുറിച്ച് അവർ ആകർഷിച്ചെടുക്കും നമ്മളെ. എന്നിട്ട് നമുക്ക് വേറെ കടയിലോട്ട് പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടി അതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും അതില്ല, അതിൻ്റെ തന്നെ കമ്പനിയുള്ള അതിൻ്റെ വേറെ കമ്പനിയുള്ള അതേ സാധനം ഉണ്ടെന്ന് പറയും. എന്നാൽ കാണട്ടെ നമ്മൾ പറയും, ഇല്ലേ? അതാണ് നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ഡീലിങ്സ്. അതാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ അടുത്ത് അടുക്കുമ്പോൾ തന്നെ നമ്മൾ കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ആദ്യം ചോദിച്ച് മേടിക്കണം. ഉടനെ കിട്ടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചൊരു വലിയ കഥയില്ല. എന്താ കാര്യം വെച്ചാൽ അതിൻ്റെ അകത്ത് ദൈവത്തിന് മാർജിനൊന്നുമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം നമ്മളൊരു കടയിൽ ചെന്നൊരു സാധനമായി ഒരു സ്റ്റൗ വാങ്ങിക്കണം. അപ്പോൾ സ്റ്റൗ തന്നെ എന്തുമാത്രം കമ്പനികളുണ്ട്. പക്ഷേ നമ്മൾ ചോദിക്കുന്ന കമ്പനി കാര്യം ചോദിക്കുമ്പോൾ അതവിടെ ഉണ്ട്, പക്ഷേ അയാളത് എടുത്ത് തരത്തില്ല നമുക്ക്. അവർ വേറെ കമ്പനി എടുത്ത് കാര്യം എന്താ, ഇത് വിറ്റാലയൊക്കെ 10% മാർജിനേ ഉള്ളൂ. അയാൾ നമുക്ക് പ്രപ്പോസ് ചെയ്യുന്ന സാധനം വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് 50% മാർജിനുണ്ട്. ക്ലിയർ അല്ലേ? കമ്പനി പറഞ്ഞതാണ്. അത് ചിലപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന സാധനം ഇവിടെ ഇല്ല, ആ സ്റ്റൗ ഇല്ല, ആ കമ്പനിയുടെ സ്റ്റൗ ഇവിടെ ഇല്ല, പക്ഷേ ഇവിടെ ഉള്ളത് അതിനേക്കാൾ മെച്ചമാണെന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് അടിച്ചേൽപ്പിക്കും. പക്ഷേ എന്താണ്, അത് 50% അയാൾക്ക് അതിൻ്റെ അകത്ത് മാർജിനുള്ളതാണ്.
ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എന്തിനാണ് ക്രൂശിക്കപ്പെട്ടത്? പാപത്തിന് പരിഹാരമാകാൻ, നമ്മൾ വീണ്ടെടുക്കാൻ. എന്തിനാണ് വീണ്ടെടുത്തിട്ട് എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മാത്രമേ വചനാധിഷ്ഠിതമായി ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിനാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് നല്ല മാർജിനുള്ള കാരണം നമുക്കത് ദൈവം ഉടനെ എടുത്ത് പ്രപ്പോസ് ചെയ്യും. നമ്മൾ മകളുടെ കാര്യവും മകളെ കെട്ടിക്കണ കാര്യവും രണ്ടാമത് കെട്ടിയ പെണ്ണ് ഇട്ടച്ചും പോയിട്ട് വേറെ ഒരാളെ കെട്ടാൻ വേണ്ടിയൊക്കെയാണ് ദൈവത്തോട് ചോദിക്കണത്. അതിന് ദൈവത്തിന് മാർജിനൊന്നുമില്ല. കാര്യം നിങ്ങളുടെ മകളല്ലേ, അത് ഉപേക്ഷിച്ച് അവൾ തന്നെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച് ഇവിടെ വന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചേ മെനയെന്ന്. അപ്പോൾ അവളുടെ സങ്കടം എന്ന് പറയണത് നോക്കിയപ്പോൾ 44 വയസ്സായി. ഇപ്പോൾ അവളുടെ രണ്ടാമത്തെ കല്യാണത്തിന് ഒക്കണം, അതാണ് സംഭവം. അപ്പോൾ ആദ്യം അവൾ എഴുതിയിരിക്കണത് അതല്ല എഴുതിയിരിക്കണത്. ഞാൻ ചോദിച്ചപ്പോഴാണ് അത് അവൾ പറയണത്. അവിടെ എഴുതിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഉപേക്ഷിച്ച് കളഞ്ഞ ആളെ തിരിച്ചു കിട്ടാനാണ് എഴുതിയിരിക്കണത് അതിൻ്റെ അകത്ത്. അപ്പോൾ അത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ ചോദിച്ച്, നീയല്ലേ ഉപേക്ഷിച്ചത്? അപ്പോൾ അവൾ പറഞ്ഞു അവൾ തലാട്ടി അവളാണ് ഉപേക്ഷിച്ചത്. ഇപ്പം എന്ത് പറയണേ, അന്നത്തെ ഒരു രക്തത്തിളപ്പിന് വേണ്ടി വാശിയും വൈരാഗ്യം മത്സരം കാണിച്ച് ഉപേക്ഷിച്ചതാണ്. ഇപ്പം അപ്പയും മരിച്ച് അവളെ തങ്ങിക്കൊണ്ടിരുന്ന ആങ്ങളെ കെട്ടി, ആങ്ങളൊക്കെ പിള്ളേരൊക്കെ ഇപ്പോൾ ഇവളെ അവിടെ നിന്ന് വേണ്ട ചിരക്കാക്കി മാറ്റി. അമ്മയും ചത്ത്, ഇവളെ സപ്പോർട്ട് ചെയ്ത് അപ്പനും ചത്ത്. ഇപ്പം ആരുണ്ട്? ആരുമില്ല. അതാണ് എൻ്റെ വിഷയം എന്നത്. പെൺപിള്ളേർക്കൊക്കെ എല്ലാവർക്കും ഈ അബദ്ധം വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഓർക്കും, എനിക്ക് ജോലി ഉണ്ടല്ലോ എന്ന് പറയും. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന് പറയും. നിങ്ങൾക്കത് ഇപ്പോഴത്തെ ചൂടിനങ്ങനെ പറയണതാണ്. ഒരാളെ കിട്ടിയ വഴക്കിയെടുക്കണമായിരിക്കും എപ്പോഴും ബുദ്ധിപൂർവ്വം എന്ന് പറയണത്. അത് പെണ്ണായാലും ആണായാലും നിങ്ങളതിനെ പെട്ടെന്ന് നമുക്കെടുത്ത് കളയാൻ തോന്നും. പക്ഷേ ഇത് ലോങ് ടേൺ ഓഫർ. ഞാൻ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടാണ് ഇത് പറയണത്. നിങ്ങൾ ഒരാളല്ലേ കെട്ടിയുള്ളൂ. ഞാൻ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടാണ് ഇത് പറയണത്. ഒരാളെ കിട്ടിയാൽ വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രാർത്ഥിച്ചും അതുപോലെ തന്നെ കുറച്ച് സഹിച്ചും ഒക്കെ കൊണ്ടുപോകുന്നതാണ് എപ്പോഴും ബുദ്ധി എന്ന് പറയണത്. കാര്യം എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അമ്മ വന്ന്, അപ്പോൾ അമ്മയുടെ മകൾ 3 കെട്ടി, മൂന്നാമത്തെ ഇതിനെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പം ചില ആൾക്കാർ ഈ കലാപരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ റെക്കീപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഈ മാതാപിതാക്കന്മാർക്ക് മനസ്സിലാകണം, നിങ്ങളുടെ മകളുടെ കയ്യിലാണ് കുഴപ്പമിരിക്കണമെന്ന്. അവളല്ലേ അതെ. പക്ഷേ എന്തായാലും അവർ കടിച്ചാൽ പിടിച്ചതെന്ന് പറഞ്ഞ് ഈ മകളുടെ കൂടെ നിൽക്കത്തുള്ളൂ. പല മാതാപിതാക്കന്മാർ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ, ഈ കൗൺസിലിംഗ് ജീവിതത്തിലെ. അതായത് ഇവൾ തന്നെയാണ് ഈ മാതാപിതാക്കന്മാർ ഈ മക്കളെ ഈ ഭർത്താവിനെ എല്ലാം ഇട്ടിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത്, 2 കൊല്ലം കഴിയുമ്പോൾ വീട്ടിൽ നിൽക്കും. പക്ഷേ എന്നാലും ഈ മാതാപിതാക്കന്മാർ ഇവളുടെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇപ്പം പല കുടുംബങ്ങളിലും ഇങ്ങനെ ഇതിൻ്റെ പിന്നിൽ ഭിന്നിച്ച് ജീവിക്കുന്നതിൻ്റെ പിന്നിലെല്ലാം മാതാപിതാക്കന്മാർ വിചാരിച്ച സെറ്റ് ചെയ്തെടുക്കുക. ഒരു 30% സെറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി എന്ത് മാത്രമാണെന്ന് എനിക്കറിയാം. 30% മാതാപിതാക്കന്മാരാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് പിടിച്ച് നിർത്തിയിരിക്കുന്നത്. കാര്യം ഇവളുടെ കയ്യിൽ ഒരു തുറുപ്പുണ്ട്. എന്താ സാധനം? നിങ്ങളെന്നെ തള്ളിക്കളയുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയും. അവളൊന്നും ആത്മഹത്യ ചെയ്യാൻ പോണില്ല. പക്ഷേ എന്നാൽ ഇത് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ തന്നെ ഉറച്ചു നിൽക്കും. ഈ ആൾ ഉടമ്പടിയുമായിട്ട് എന്തുമാത്രം യോജിച്ചു പോകുമെന്ന് അറിയത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് നീ ഒരു കാലത്ത് ചെയ്ത ഉടമ്പടി നീ തന്നെ നിൻ്റെ തന്നിഷ്ടം തോന്നിവാസവും തണ്ട് രോഗവും, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തണ്ട് രോഗം കൊണ്ട് നീ ഉടച്ചു കളഞ്ഞാണ് ഉടമ്പടി. അതിൻ്റെ അത് നീ തിരിച്ചെടുക്കാൻ വേണ്ടി നിൻ്റെ കയ്യിൽ നിന്നാണ് മിസ്റ്റേക്ക് എങ്കിൽ അത് നീ മനസ്സിലാക്കിയിട്ട് അത് തിരിച്ചു വന്ന് ആ ഉടമ്പടി റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നോക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൺപിള്ളേർ ഇങ്ങനെ ഭ്രാന്തന്മാരായിട്ട് നടക്കുന്നുണ്ട്, ഒത്തിരി ആൺപിള്ളേർ. പക്ഷേ പെൺപിള്ളേർക്ക് പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത്, നിങ്ങളെ പെൺപിള്ളേർ എന്നെ കുറ്റം പറയുകയൊന്നും ചെയ്യരുത്, ഞാൻ ദിവസം കാണുന്ന ഒരു കാഴ്ചയാണ്. പെൺപിള്ളേർ പലപ്പോഴും സാഡിസ്റ്റുകളാണ്. സാഡിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ദുഃഖിക്കുന്നതിൽ അവർക്കൊരു വിഷമമില്ല. അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള സത്യമാണ്. അവർ വിഷമിക്കുന്നവർ മറ്റുള്ളവർ അങ്ങനെ തന്നെ വേണം, ഒന്നും ചെയ്തില്ലേ, എന്താണ്ടി അയാൾ ചെയ്തത് അത് പറയുമ്പോൾ ബബ ജപജപയൊക്കെ പറയും. പക്ഷേ ഉള്ളിൽ സാഡിസം സൂക്ഷിച്ചുകൊണ്ടാണ്. എന്താ ക്രൂര വിനോദം പോലെയാണ്. ചില ആൾക്കാർക്ക് ക്രൂര വിനോദം പോലെയാണ് മറ്റുള്ളവർ സങ്കടപ്പെട്ട് കാണുന്നതൊക്കെ. ഇങ്ങനെ ക്രൂര വിനോദക്കാർക്ക് ഉടമ്പടി എന്തുമാത്രം വർക്കൗട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. നിങ്ങൾ ക്രൂര വിനോദം മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ വിഷമമുള്ളവരാണെങ്കിൽ കണ്ണുനീരോടെ കർത്താവിൻ്റെ മുമ്പ് കൈനീട്ടി നിങ്ങൾക്ക് സമയം കുറവാണ്. കാര്യം ദൈവം ഒരു സമയം തരും. ഒരു 40-44 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ദുരന്തം ആരംഭിക്കും. അതൊക്കെ മുമ്പ് നിങ്ങൾ പട്ടാങ്ങി പറഞ്ഞ് ഇതൊരു ഒത്തുതീർപ്പ് എത്തണമായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാലം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ചില സമയത്ത് ദൈവം തന്നെ നമുക്ക് കാലത്തിലൂടെ പണി തരും. എന്താ കാര്യത്തിൽ ഞാൻ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിരിക്കണത്, നമ്മൾ എത്ര സത്യസന്ധരാണെന്ന് പറഞ്ഞാലും എത്ര വിശ്വസ്തരാണെന്ന് പറഞ്ഞാലും ദൈവം പറയും ആ വിശ്വസ്തയാണ് കൊണ്ടേ പുട്ടുപുഴുക്ക് തിന്നാൻ പറയും, എനിക്ക് ആവശ്യമില്ലെന്ന് പറയും. അതെന്താ അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസ്ത മോശമായിട്ടല്ല, ദൈവം പറയേണ്ട കാര്യം
നീ ഇവിടെ എന്തെല്ലാം അഭ്യാസം കാണിച്ചാലും നീ ചിന്തിക്കേണ്ടതാണ്, അവസാനം നീ എൻ്റെ കൂടെ ഉണ്ടാകുമോ? അതാണ് പ്രശ്നം. നീ ഇവിടെ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല വിഷയം, അവസാനം നീ എൻ്റെ കൂടെ ഉണ്ടാകുമോ? അതാണ് ദൈവം നോക്കണത്. അത് കാരണം എന്തു ചെയ്യും? കാലം ഇങ്ങനെ മാറ്റി മാറ്റി തരും. ഒരേ കാലം തന്നെ തരത്തില്ല. നിങ്ങൾ ചിലപ്പോൾ നല്ല വിശ്വസ്തരായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ നല്ല സത്യസന്ധരായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയോ, ഞാൻ എന്തുമാത്രം ആൾക്കാർ എന്തുമാത്രം ദൈവത്തെ നിന്ദിച്ചും അതുപോലെ തന്നെ ദൈവത്തെ വേണ്ടാതെയും കള്ളത്തരും കരിഞ്ചന്തയും കള്ളനോട്ടും കഞ്ചാവും ഒക്കെ ഇട്ട് നടക്കണം, അവർക്കൊരു പ്രശ്നമില്ല. ഞാൻ മനസ്സാക്ഷി കൊത്ത് ജീവിക്കണം, എനിക്കാണല്ലോ ഈ പാരയും പണിയും വരണത് എന്ന് നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കും. അതുകൊണ്ട് നീ ഇപ്പോൾ നീ കഞ്ചാവും വലിക്കണില്ല, കള്ളത്തരവും കാണിക്കണില്ല, നിൻ്റെ പേര് പോലീസ് കേസും ഇല്ല, നീ ഒരു നല്ല ദൈവവൈദ്യരാണെങ്കിലും പക്ഷേ അതുകൊണ്ട് കഥയില്ല. കാലം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതെപ്പോഴും നമ്മൾ ദൈവമായിട്ട് അടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, നല്ലതാണ്. എന്താണ്? എത്ര നമ്മൾ സത്യസന്ധരായാലും കർത്താവ് പറയും, ഞാൻ ടൈം ചേഞ്ച് ചെയ്യും കേട്ടോ എന്ന് പറയും. ഞാൻ ടൈം ചേഞ്ച് ചെയ്യും. എന്തിനാണ്? നമ്മളെല്ലാം മറ്റുള്ളവരുടെ അവതാരത്തിലും ചക്കാത്തിലാണ് ഇങ്ങനെ ജീവിച്ചു പോണതേ. അപ്പോൾ നമുക്കുള്ള വിശ്വാസം ചക്കാത്ത വിശ്വാസമല്ലേ? പലരുടെ ആൾക്കാരുടെയും വിശ്വാസം എന്ത് വിശ്വാസമാണ്? ചക്കാത്ത വിശ്വാസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടവൻ്റെത് കേട്ടിട്ട് അന്തര സുഖങ്ങൾ അങ്ങനെ ചെയ്ത്, മാതാവ് ഇങ്ങനെ ചെയ്ത്, അതുപോലെ തന്നെ കൊച്ചുറേശ ഇങ്ങനെ ജീവിച്ച്, ഇങ്ങനെ തോമാശ്രീക അങ്ങനെ ചെയ്ത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടേക്ക് നിന്ന് കിട്ടിയിട്ടുള്ള എരവ് മേടിച്ച് നടക്കുന്ന വിശ്വാസമാണ്. പണ്ടൊക്കെ ഇങ്ങനെ പാവപ്പെട്ടക്കാരൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തിന്. അന്നിങ്ങനെ വസ്ത്രം വരെ എരവ് മേടിക്കുമായിരുന്നു ആൾക്കാർ. ഇപ്പം അങ്ങനെ എരവൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ വിശ്വാസം എരവുണ്ട്. ഇപ്പോൾ എരവ് വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 65 വയസ്സുണ്ട്, ഇപ്പോഴും വിശ്വാസം എരവ് മേടിച്ചതാണ്. വീട്ടിലേതും നാട്ടിലേതും വിശുദ്ധന്മാരുടേതും പള്ളിപ്രസംഗത്തിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾക്ക് സ്വന്തമായിട്ട് വിശ്വാസം ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അതുകൊണ്ട് ദൈവം എന്തു ചെയ്യും? നിങ്ങൾ എത്ര പരിശുദ്ധരാണെന്ന് പറഞ്ഞാലും എത്ര വിശുദ്ധരാണെന്ന് പറഞ്ഞാലും ദൈവം നിങ്ങൾക്ക് കാലം മാറ്റി തരും.